ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൺമസ്കയും ഇറാനി ചായയും. അപ്പം ഞാൻ ബണ്ണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത്. ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ 5 പേരുണ്ട്, അപ്പോൾ അത് 3 പാക്കറ്റ് ഉണ്ടല്ലേ തികയുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് പാത്രത്തിനകത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറുണ്ട്, മിൽമയുടെ ബട്ടറാണ് വാങ്ങിച്ചേക്കുന്നത്. അൺസോൾട്ടി ബട്ടറാണ്. ഞാൻ ആ ബട്ടർ കുറച്ചിട്ടിട്ട് അത് അപ്പുറം തിരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വശമായി, മറ്റേ വശം ഞാൻ മറിച്ചിട്ട് ഇത് ഏകദേശം ആയി കേട്ടോ. നമുക്ക് എടുക്കാം, ഒന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, അത് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ അതിൻ്റെ ആയിട്ടുണ്ട്. അത് ഇച്ചിരി കരിഞ്ഞു പോയില്ലേ, കുഴപ്പമില്ല. തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബട്ടർ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്ററും കൊണ്ട് അത് തന്നെ ഇത് ചെയ്തെടുക്കാം. അയ്യോ, ബീറ്ററിൻ്റെ സാധനം ഒരു താഴെ. അതെന്താ ഞാൻ ഇട്ടത് ലൂസായി പോകാൻ തോന്നുന്നു. ബീറ്ററിൻ്റെ സാധനം ഊരിപ്പോന്നു. ഒന്നുകൂടെ ഇട്ട് നോക്കട്ടെ. ചിലപ്പോ അത് വെച്ചത് മാറിപ്പോയതാണോ? ഇട്ട് നോക്കിയിട്ട് അത് റെഡി ആവുന്നില്ല. എന്താണ്, അത് ലൂസായി പോയെന്ന് തോന്നുന്നു. അതെന്താന്നറിയത്തില്ല. ഇങ്ങനെ ഊരി പോരാത്തതായിരുന്നു. അത് കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ കിടക്കുന്നതായിരുന്നു ബീറ്ററിന്റെ. എത്ര നേരം എടുക്കുക റെഡിയായിട്ട്? ഒരെണ്ണം കൊണ്ട് എന്തായാലും അടിച്ച് നോക്കാം. അത് ഇട്ടിട്ട് റെഡി ആവുന്നില്ല. അപ്പം ഒരെണ്ണം കൊണ്ട് നമുക്ക് നോക്കാം. പക്ഷെ പറ്റുന്നില്ല കേട്ടോ. മറ്റേ 2 ഇടുമ്പോഴുള്ള ഇതില്ല, അത് കിട്ടുന്നത് ഇങ്ങനെ തെന്നി പോകുന്ന പോലെ ഒരു സുഖമില്ല. ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2 ബീറ്ററില്ലാത്ത കാരണം നമുക്ക് അത് അടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മാറ്റം. ശരിക്ക് അതങ്ങ് ആവുന്നില്ല ബീറ്ററിൻ്റെ രണ്ടാമത്തെ ബ്ലേഡ് ഇല്ലാത്തത് കാരണം. അതിന് ഞാൻ മാക്സിമം നോക്കട്ടെ. അത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാനൊരു കണക്കിന് 2 ബീറ്ററിൻ്റെ 2 ബ്ലേഡും പിടിപ്പിച്ച് വെച്ചിട്ട് എന്നിട്ട് ഞാനത് അടിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോണിൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. പിന്നെ നമ്മുടെ മിൽമയുടെ ഇതില്ലേ, മിൽമയുടെ അല്ല, ഇച്ചിരി പാലൊഴിച്ചു, പാൽപ്പൊടി ഒഴിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇറാനി ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പ് വെച്ച് നമുക്ക് ബണ്ണിനകത്തോട്ട് അതെല്ലാം തേച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തും കുറേശ്ശെ തേച്ച് കൊടുക്കാം കേട്ടോ. പിള്ളേരൊക്കെ ഇവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. അവന്മാർക്ക് ക്ഷമയില്ല. അവന്മാർക്ക് എങ്ങനെയും ഒന്ന് പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതി അവന്മാർ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ ഞാൻ കുറേശ്ശെ